അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറുകയാണ് നാളെ കേരളം. ഒരു ചരിത്ര നേട്ടം. കേരളപ്പിറവി ദിനമായ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ ലോകമൊന്നാകെ ഈ കൊച്ചു കേരളത്തിലേക്ക് ഉറ്റുനോക്കുകയാകും. സർക്കാർ പ്രഖ്യാപിച്ച ക്ഷേമ പദ്ധതികൾ നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇത്തരത്തിൽ പകുതിയിലധികം ജനങ്ങൾക്ക് നേരിട്ട് ഈ ഒരു പ്രയോജനം ലഭിക്കുന്നു. ലോകത്തിന്റെ നെറുകയിലേക്ക് കേരളം എത്തിക്കൊണ്ടേയിരിക്കുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളെ ഓരോന്നും വരവേറ്റ് കേരളം മുന്നോട്ട് പോകുമ്പോൾ ആ പ്രഖ്യാപനങ്ങളൊന്നും വാക്കുകളിൽ ഒതുങ്ങില്ല. അതെല്ലാം കൃത്യമായി നടപ്പിലാക്കുമെന്ന് ഓരോ വർഷവും തങ്ങളുടെ പ്രോഗ്രസ് കാർഡിലൂടെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേരളത്തിന്റെ സർക്കാർ. നമുക്കറിയാം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനെതിരെ രംഗത്ത് വരുന്ന ചില വിമർശനങ്ങൾ ഇന്നത്തെ ഈ ദിവസം നമ്മളുടെ ശ്രദ്ധയിലേക്ക് വന്ന കാര്യമാണ്. ചില വിദഗ്ധർ ഇതുവരെ ഒന്നിനും പ്രതികരിക്കാതെ ഇരുന്ന ഈ ഒരു 2021 മുതൽ തുടങ്ങിയ ഈ പ്രക്രിയയിൽ ഒന്നിലും ഒരു സംശയം രേഖപ്പെടുത്താതെ ഇന്ന് ഈ ഒരു പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുമ്പ് ഇത്തരത്തിലുള്ള ചില വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൽ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ് എന്ന കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വ്യക്തമായ ഒരു ധാരണയുണ്ടാകും. അതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ നിന്ന് മന്ത്രി എം പി രാജീവ് ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയുണ്ടായി. അതായത് നമ്മുടെ ഇവിടെ കൃത്യമായ രീതിയിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവുകളായിട്ട് മുന്നോട്ട് വരുന്ന പ്രതികരണങ്ങളാണ് ഇന്ന് മന്ത്രിമാർ ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും നാളെ ഈ ഒരു ചരിത്ര നേട്ടത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ ഈ ഒരു രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് സംഭവിച്ച കാര്യങ്ങളും മറ്റുമായി വിശദ വിവരങ്ങളുമായി ഷീജ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. കേരളത്തിന്റെ നിർണായകമായിട്ടുള്ള ഒരു ചുവടുവയ്പ്പാണ് നാളെ നടക്കാൻ പോകുന്നത്. അതായത് പുതുചരിത്രമാണ് കേരളം സൃഷ്ടിക്കുന്നത്. ഇതിലൂടെ അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയതിന്റെ പ്രഖ്യാപനം അതാണ് നാളെ നടക്കാൻ പോകുന്നത്. നിലവിൽ കാര്യപരിപാടികൾ തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ 9 മണിക്ക് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ചേരുന്നതായിരിക്കും. ഈ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചട്ടം 300 അനുസരിച്ചുള്ള പ്രത്യേക പ്രസ്താവന നിയമസഭയ്ക്കുള്ളിൽ നടത്തും. അതിൽ സംസ്ഥാനം അതിദരിദ്ര മുക്തരായ വിവരം അത് സഭയെ അറിയിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഏത് രീതിയിലാണ് ഈ നേട്ടം സംസ്ഥാനം കൈവരിച്ചത്, ഏത് രീതിയിലാണ് തുടർ പ്രവർത്തനങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി സഭയിൽ വിശദീകരിക്കുന്നതായിരിക്കും. തുടർന്ന് ഇത് സംബന്ധിച്ചിട്ടുള്ള പൊതുസമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത് വൈകുന്നേരം 5 മണിക്കാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും പൊതുസമ്മേളനം. ഇതിൽ വിശിഷ്ടാതിഥികൾ ആവുക ഇന്ത്യൻ സിനിമയുടെ തന്നെ മഹാനടന്മാരായിട്ടുള്ള മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ എന്നിവരായിരിക്കും. ഇതിൽ പ്രധാനമായും ഈ ഒരു നേട്ടം സംസ്ഥാനം കൈവരിച്ചത് കഴിഞ്ഞ 4 വർഷത്തെ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ്. അതായത് 2021 രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറി ആദ്യ മന്ത്രിസഭാ യോഗം എടുക്കുന്ന ആദ്യ തീരുമാനം എന്ന് പറയുന്നത് കേരളത്തെ അതിദരിദ്രരിൽ നിന്നും മുക്തരാക്കുക എന്നുള്ളതായിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ ഏത് രീതിയിലാണ് സ്വീകരിച്ചത് എന്നുള്ളത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മന്ത്രി എം പി രാജേഷും വിശദീകരിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ ഒരു പ്രഖ്യാപനം നടക്കുന്നതിന് തൊട്ട് തലേ ദിവസം ചിലർ വിമർശനവുമായി രംഗത്ത് വന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു മന്ത്രി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. കേരളം അതിദാരിദ്ര്യമുക്തമാവുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത് ഇന്ത്യയുടെ കൂടി നേട്ടമാണ്. പക്ഷെ ഇത് മുഴുവൻ ഞങ്ങൾ ചെയ്തതാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ചെയ്ത് കാണിക്കാനും തെളിയിക്കാനും ക്രെഡിറ്റ് എടുക്കാനും ഇനി 27 സംസ്ഥാനങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ വിമർശനം ഉന്നയിച്ചതിൽ പ്രധാന വിമർശനം ഒന്ന് BJP സംസ്ഥാന അധ്യക്ഷനാണ് ഉയർത്തിയത്. അതിന്റെ ക്രെഡിറ്റ് ചൊല്ലിയായിരുന്നു മോദി സർക്കാരിനാണ് ഇതിന്റെ ക്രെഡിറ്റ് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അതിന് കൃത്യമായ രീതിയിൽ തന്നെ മന്ത്രി എം പി രാജേഷ് മറുപടിയും നൽകി. അതായത് കേരളത്തിന് പുറമെ മറ്റ് 27 സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളെ കൂടി അതിദരിദ്രരിൽ നിന്ന് മുക്തമാക്കിയതിനു ശേഷം അതിന്റെ ക്രെഡിറ്റ് മോദി സർക്കാർ എടുത്തോളൂ എന്നുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. മറ്റൊന്ന്, ചില വിദഗ്ധരുടെ ഒപ്പുമായി ഒരു കത്ത് പുറത്തു വന്നിരുന്നു. ആ കത്തിൽ പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമായ രീതിയിൽ തന്നെ ഇതിന്റെ മാനദണ്ഡം പരിശോധിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ആർക്കും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. കഴിഞ്ഞ 4 വർഷമായി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ ഏത് ഘട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ സംസ്ഥാന സർക്കാരിനോട് ചോദിക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടാകാതെ ഈ ഒരു പ്രക്രിയ പൂർത്തിയായതിനു ശേഷം അതിന്റെ പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് ഇത്തരത്തിൽ വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നത് അവർ രാഷ്ട്രീയ ലാക്കോട് കൂടിയാണ് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇത്തരം വിഷയങ്ങളിൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ വിമർശിക്കുമ്പോൾ അതിന്റെ വസ്തുതയെങ്കിലും മനസ്സിലാക്കാൻ അവർ തയ്യാറാകണമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് മന്ത്രി സൂചിപ്പിച്ചത്. ഏതായാലും ഇതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നാളെ വൈകുന്നേരം 3 മണിക്ക് കലാപരിപാടികളോടെയാണ് ഈ ഔദ്യോഗിക പ്രഖ്യാപനം, അതോടൊപ്പം തന്നെ പൊതുസമ്മേളനത്തിന് തുടക്കമാകുക. ആ പരിപാടിക്ക് ശേഷവും കലാപരിപാടികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ രീതിയിലാണ് പരിപാടികൾ ക്രമീകരിച്ചിരിക്കുന്നത്.
ഷീജയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.